ഈ ദുരന്തമുണ്ടായ ആ സമയം അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയും മന്ത്രി പ്രതികരിച്ചു. അമിത്ഷായുടെ പ്രസ്താവന കണ്ണിൽ ചോരയില്ലാത്തതെന്നാണ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത്. അത്തരമൊരു പ്രസ്താവന നടത്തരുതായിരുന്നു. പ്രസ്താവന വസ്തുതാവിരുദ്ധമെന്ന് മണിക്കൂറുകൾ കൊണ്ട് വ്യക്തമായെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ആഭ്യന്തരമന്ത്രിയെ പോലൊരാൾ ആ ദുരന്തത്തിൻ്റെ സന്ദർഭത്തിൽ തന്നെ ഒട്ടും കാത്തു നിൽക്കാതെ ഇവിടെ മൃതശരീരങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുമ്പോൾ അത്തരമൊരു പ്രസ്താവന നടത്തരുതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വളരെ നിർഭാഗ്യകരമായി പോയി, കണ്ണിൽ ചോരയില്ലാത്തതായിപ്പോയി അത്തരമൊരു പ്രസ്താവന ആ ഘട്ടത്തിൽ നടത്തിയത്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ് എന്ന് മണിക്കൂറുകൾ കൊണ്ട് വ്യക്തമാവുകയും ചെയ്തു. കാരണം ഇതിനെല്ലാം രേഖകളുള്ളതാണ്. എന്തായിരുന്നു പ്രഡിക്ഷൻ? രേഖാമൂലമാണ് പ്രഡിക്ഷൻ. എത്ര മഴ പെയ്തു? അതിനും നമ്മുടെ കയ്യിൽ രേഖയില്ല. എന്താണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രഡിക്ഷൻ? മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ തന്നെ ആ രേഖകൾ ഹാജരാക്കുകയുണ്ടായി. മറ്റ് മാധ്യമങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, വസ്തുതാവിരുദ്ധമാണ് അമിത്ഷാ പറഞ്ഞത് എന്ന കാര്യം മാധ്യമങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള കാര്യമാണ്.